ഹായ് കൂട്ടുകാരെ, ഇതാണ് എൻ്റെ കൂളിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. കൂളിപ്പാറ എന്ന് പറയുന്നത് വെറും പാറയായതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു പേര് വരാൻ കാരണം. ഇപ്പോൾ എൻ്റെ പാറയൊന്ന് കണ്ടാലോ? അതാ മുന്നേ പോകുന്നത് എൻ്റെ പട്ടിയാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അന്നേരത്തേനും ഒരു മഴ വരുന്നുണ്ട്. അപ്പോൾ മഴ നനയാതെ വീട്ടിലേക്ക് തിരിച്ചോടി പോകേണ്ടി വരും. ഇപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ സ്ഥലം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും കമൻറ്റ് ചെയ്യണേ. നല്ലൊരു പ്ലേസാണ്. അതുപോലെ കുന്നും മലയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അടുത്ത് കുറേ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് മലകൾ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. നോക്കട്ടെ, റോട്ടിൽ ഇതടുത്താണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നടന്നു വരുന്ന വഴിയാണിത്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ റോഡ്. ടൗണല്ല കേട്ടോ, ഞങ്ങളൊരു മലമ്പ്രദേശത്താണ് ഇല്ലത്. മലയോരം കണ്ടോ, അതൊരു മലയാണ് ആ കാണുന്നത്. വടക്കാംകുന്ന് എന്ന് പറയാം മല. നല്ല മഴ വരുന്നുണ്ട്. അതുകൊണ്ടിപ്പോൾ ഇവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു ഏകാധ്യാപക സ്കൂളുണ്ട്. സ്കൂളിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഏകാധ്യാപക സ്കൂളൊക്കെ മാറ്റിയില്ലേ, അതുകൊണ്ട് സ്കൂൾ കെട്ടിടം മാത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് ദൂരം പോയി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു ഏകാധ്യാപക സ്കൂൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റോഡൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ സൗകര്യമായി. അതുകൊണ്ട് അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിലും പ്രൈവറ്റ് സ്കൂളിലൊക്കെ ആയിട്ട് കുട്ടികൾ പോയി പഠിക്കാൻ തുടങ്ങി. ഇവിടെ ഉള്ള സ്കൂള് അടച്ചു പൂട്ടി. മഴക്കാലം വന്നാൽ കണ്ടോ, വെള്ളം കെട്ടി നിൽക്കുന്ന കണ്ടോ. ഇതുപോലെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കും. ഈ പാറയിലൊക്കെ നിറച്ച് പിന്നെ കാക്കപ്പൂ ഉണ്ടാവും. മഴക്കാലമായി കഴിയുമ്പോൾ കാക്കപ്പൂ ഉണ്ടാകുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്ത് കാണിക്കാം എല്ലാവർക്കും. ഇതാണ് ഞങ്ങളുടെ കൂളിപ്പാറ ഫുട്ബോൾ ഗ്രൗണ്ട്. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇവിടെ ടൂർണമെൻറ്റും പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ പരിപാടി നടന്നിട്ടുണ്ടായിരുന്നു. അതാണിവിടെ